ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതെ, ഇന്ന് എൻ്റെ കൂടെ ട്രാവലിന് പോന്നാലോ. ഇന്ന് നമ്മുടെ അല്ലൂന് 8th മന്ത് സ്റ്റാർട്ട് ആവുകയാണ്. അതുപോലെ തന്നെ അമ്മ ഇത്തവണ എൻ്റെ കൂടെ ട്രിവാൻഡ്രം വന്നിട്ട് നമ്മളൊന്ന് പത്മനാഭസ്വാമി ടെമ്പിളിൽ പോയിട്ടില്ല. അമ്മ മുമ്പും പോയിട്ടുണ്ട് ഈ ടെമ്പിളിൽ, എന്നാലും ഇവിടെ വരെ വന്നതല്ല. അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഗാന്ധി ജയന്തിയായിട്ട് എനിക്ക് ലീവാണ്. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ യാത്ര അങ്ങോട്ട് തുടങ്ങി. എന്നത്തെയും പോലെ നമ്മൾ ആനവണ്ടിയിൽ തന്നെയാണ് കയറിയത്. അല്ലു ആണെങ്കിൽ പതിവ് പോലെ അല്ലുവിൻ്റെ കുസൃതികളൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ബസ് കറക്റ്റ് ഈ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ ഈസ്റ്റ് നടയിലാണ് കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പമായി, ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് കടക്കുക വേണ്ടിയിരുന്നുള്ളൂ. നമ്മളങ്ങോട്ട് ചെന്നപ്പോൾ റോഡിലൊക്കെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ വന്ന് ആ ഒരു ടൈമിന് മുമ്പായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അമ്പലത്തിലോട്ട് പോവാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇന്ന് ഗാന്ധി ജയന്തിയായിട്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, കാരണം ഇന്നലെയും വർക്കിംഗ് ഡേ, നാളെയും വർക്കിംഗ് ഡേ ആണല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും തിരക്കൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല, സാറ്റർഡേ സൺഡേ ഒക്കെ ഉള്ള പോലെ എന്നാണ് വിചാരിച്ചത്. പക്ഷെ അമ്പലത്തിൽ കയറിയപ്പോൾ എന്താ പറയുക, വലിയൊരു ക്യൂ ആയിരുന്നു. നമ്മുടെ കയ്യിൽ അല്ലുള്ളതുകൊണ്ട് അല്ലൊരു കുഞ്ഞു കുട്ടിയാണല്ലോ. അപ്പോൾ ആ ഒരു കൺസിഡറേഷനിൽ ഞങ്ങൾക്ക് ക്യൂവിൽ പെട്ടെന്ന് തന്നെ നമ്മളെ കയറ്റി തന്നു. അതുപോലെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണെങ്കിലും അല്ലു ചെറുതായിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റഡായി തുടങ്ങിയോണ്ട് അവർ ഉള്ളിലോട്ടും വേഗം കടത്തി വിട്ടു. അങ്ങനെ നമുക്ക് ദർശനം ഭയങ്കര സിമ്പിളായിട്ട് നടന്നു. അല്ലുവാണ് ഞങ്ങൾ ഇന്നത്തെ രക്ഷകൻ എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ തൊഴുത് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും അല്ലു ഉറങ്ങി, അമ്മയുടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ്. മാത്രമല്ല, ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ ടൈമിൽ 1-2 ഫാമിലീസ് ഈ ആന്ധ്ര എന്നുള്ളതൊക്കെ ആയിട്ടുള്ള അങ്ങനെ കുറച്ച് ഫാമിലീസ് വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു തരാനൊക്കെ പറഞ്ഞു. അങ്ങനെ അവർക്കൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്ത് ഞാനും അമ്മയും എല്ലാം കൂടെ കുറച്ച് സെൽഫീസൊക്കെ എടുത്ത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ കറക്റ്റ് ഈ ഇറങ്ങിയ സമയത്ത് പിന്നെയും മഴ പെയ്തു. ഞങ്ങൾക്ക് വരുമ്പോൾ മഴ കിട്ടിയില്ലെങ്കിൽ പോകുമ്പോൾ നല്ല മഴ കിട്ടി. അങ്ങനെ നല്ലൊരു പണി കിട്ടി. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ആ സൈഡിൽ കയറി നിന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുടയെടുത്ത് ഇറങ്ങി. അങ്ങനെ പോയി ഇതിൻ്റെ ഇങ്ങനെ ഈ വഴിയുടെ അറ്റത്ത് ഒരു സർബത്തിൻ്റെ കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഒരു സർബത്തൊക്കെ കുടിച്ച് ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ പോകണമായിരുന്നു. അപ്പോൾ അവിടെ ഊബറും ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോഴേക്കും ഓട്ടോ ചേട്ടൻ എത്തി. അങ്ങനെ ഞങ്ങളിതാ കസിൻ്റെ വീട്ടിലോട്ട് പോവാണ്. നല്ല മഴയുണ്ട്, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അല്ലുവാണെങ്കിലും ഉറക്കമൊക്കെ എഴുന്നേറ്റ് കുറച്ചിങ്ങനെ ഒരു ഇറിറ്റേറ്റഡ് ആയിരുന്നു. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, വലിയ സീൻ ഉണ്ടായില്ല. ഞങ്ങളുടെ ആ കസിൻ്റെ ഫ്ലാറ്റിലെത്തിയപ്പോൾ അവിടെ ലിഫ്റ്റ് കയറി. ഇപ്പോൾ ചേച്ചിയും ചേട്ടനും പിന്നെ അവർക്കൊരു മോളാണല്ലോ, അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഞങ്ങൾ എത്തി. അമ്മ വീട്ടിലേക്കൊക്കെ ഫോൺ വിളിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെയുള്ള ആയു ബേബി 4 വയസ്സായിട്ടുള്ള ഒരു മോളാണ്. അപ്പോൾ ആയു ബേബിയുടെ കൂടെ നല്ല കളിയായിരുന്നു അല്ലും. അങ്ങനെ നമ്മൾ കുറേ നേരമൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി. നല്ല ചിക്കൻ ബിരിയാണി, പിന്നെ ഗുലാബ് ജാമുൻ, ഐസ്ക്രീം എല്ലാം കൂടി കഴിച്ച് പിന്നെ എന്താ ഇവർ നല്ല കളിയിലായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ കസിൻ, അച്ഛൻ്റെ പെങ്ങളുടെ മോളാണ് ചേച്ചി എൻ്റെ. അപ്പോൾ അല്ലു ആണെങ്കിൽ ആയു ബേബിയുടെ കൂടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവനും ഭയങ്കര ഇഷ്ടമായി. ചേച്ചിയാണെങ്കിൽ ആയു ബേബി ആണെങ്കിൽ അല്ലുവിനെ ഓരോ പാട്ടൊക്കെ പാടി ഓരോന്നൊക്കെ പറഞ്ഞ് അല്ലുവിനിങ്ങനെ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അത് കാരണം അല്ലുവിനാണെങ്കിലും ബോറടിക്കണമെന്നുണ്ടായിരുന്നില്ല. പിന്നെ അല്ലു ഇന്ന് ഉച്ചയ്ക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു ഇറിറ്റേഷൻ കാണിക്കുന്നതിൻ്റെ ഇടയിൽ, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആയു ബേബിയുടെ ടോയ്സ് വെച്ചിട്ടും അല്ലുവിൻ്റെ ടോയ്സൊക്കെ വെച്ചിട്ട് അങ്ങനെ നല്ല കളിയായിരുന്നു. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആവാറായപ്പോഴേക്കും നമ്മൾ ഇറങ്ങി. ആയു ബേബി അതിൻ്റെ പിണക്കത്തിലായിരുന്നു അല്ലു പോവാണെന്നും പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ എന്താ നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് ഒരു ഊബർ വിളിച്ച് നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങി. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.